നിറവേറിയെങ്കിൽ അവന്റെ ശിശുപ്രായത്തിൽ 2 വയസ്സിന് താഴെയുള്ള ശിശുക്കൾ കൊല്ലപ്പെടുമെന്ന് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചത് നിറവേറിയെങ്കിൽ അവന്റെ ശുശ്രൂഷ സെബൂലൂൻ നഫ്താലി പ്രദേശങ്ങളിൽ ഗലീല കടൽക്കരയിൽ ആയിരിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചത് നിറവേറിയെങ്കിൽ അവനോട് കൂടെ ഉണ്ടായിരുന്ന അവന്റെ പ്രാണസ്നേഹിതൻ, അവന്റെ അപ്പം തിന്നവൻ അവന് നേരെ കുതികാൽ ഉയർത്തുമെന്ന് സങ്കീർത്തനത്തിൽ പ്രവചിച്ചത് യൂദായുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെടുമെന്ന് ക്രൂശിച്ചു കൊല്ലുന്ന ഒരു വധശിക്ഷാ രീതി ലോകത്തിൽ നിലവിലില്ലാതിരിക്കുന്ന സമയത്ത് ഒരു മശിഹ വെളിപ്പെടുമെന്നും അവന്റെ കൈകാലുകൾ ആണികളാൽ തുളയ്ക്കപ്പെട്ടവൻ ക്രൂശിച്ചു കൊല്ലപ്പെടുമെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപേ സങ്കീർത്തനക്കാരൻ പ്രവചിച്ചത് അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ മരണസമയത്ത് നിറവേറിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഒടുവിലായി അവന് കുടിക്കുവാൻ കയ്പ് നീർ കൊടുക്കുമെന്ന് സങ്കീർത്തനത്തിൽ യേശുവിനെ കുറിച്ച് മശിഹായെ കുറിച്ച് പ്രവചിച്ചത് അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ അവൻ അടക്കം ചെയ്യപ്പെടുമ്പോൾ ലോകത്തിൽ അരക്കാശിന് മുതലും തലചായ്പാൻ ഇടവുമില്ലാത്ത മശിഹ അടക്കം ചെയ്യപ്പെടുമ്പോൾ സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കുമെന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തില് പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചത് അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ അരിമത്യക്കാരനായ യോസഫ് എന്ന മന്ത്രിയും യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിരുന്ന നിക്കോദിമോസ് എന്ന വ്യക്തിയും കൂടെ 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടുകൊണ്ടുവന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം സാക്ഷാത്കരിക്കപ്പെടേണ്ടതിന് പുതുതായി വെട്ടിയ ഒരു കല്ലറയിൽ, ആരെയും വെച്ചിട്ടില്ലാത്തൊരു കല്ലറയിൽ അവനെ അടക്കി ദൈവവചനം നിവർത്തിയായി എങ്കിൽ ദൈവത്തിന് സ്തോത്രം. 16-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കും, തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അനുവദിക്കുകയില്ല എന്നുള്ള സങ്കീർത്തന വചനം നൂറ്റാണ്ടുകൾക്ക് മുൻപ് മശിഹായെ കുറിച്ച് പ്രവചിച്ചത് നിറവേറുവാൻ തക്കവണ്ണം റോമൻ ഗവൺമെന്റിന്റെ കല്ലറയെ, ആ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് 3-ാം നാളിൽ നസ്രേനായ യേശു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ഹല്ലേലൂയ. മശിഹായെ സംബന്ധിച്ചുള്ള ഈ പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ എന്റെ കർത്താവ് വീണ്ടും വരുമെന്ന് വേദപുസ്തകത്തില് 100 കണക്കിന് പ്രാവശ്യം പ്രസ്താവിച്ചിരിക്കുന്ന വചനം അക്ഷരാർത്ഥത്തിൽ 100% നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ മുഴക്കിയാട്ടെ. യേശു വരും. പ്രിയ സ്നേഹിത, യേശു മടങ്ങി വരും. അവൻ മടങ്ങി വരും. പോകുന്നതിന് മുൻപേ തന്നെ പിൻഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മുടെ യേശു വരും. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അത് വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:9 വായിക്കുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായി യേശു പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ടിൽ സഭയുടെ പ്രത്യാശ ഉണർത്തുവാൻ, കഷ്ടങ്ങളുടെ മധ്യേ അവരുടെ വിശ്വാസത്തെ നിലനിർത്തുവാൻ, അവരെ ഉറപ്പിക്കാൻ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് തന്റെ ലേഖനത്തിലും പ്രസംഗങ്ങളിലുടനീളം പ്രസ്താവിച്ചു. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 10-ാം അധ്യായത്തിൽ പറയുന്നു, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. 1-ാം നൂറ്റാണ്ടിൽ അനേക ദൈവമക്കൾ, അനേക വിശുദ്ധന്മാർ വന്യമൃഗങ്ങൾക്കെറിയപ്പെട്ടു. അവരെ ഈ വന്യമൃഗങ്ങൾ കടിച്ചു കീറി തിന്നു. അന്നത്തെ നേതൃത്വം, അന്നത്തെ നേതാക്കന്മാർ ഈ പാവപ്പെട്ട ദൈവമക്കളെ വന്യമൃഗങ്ങൾ കടിച്ചു കീറി തിന്നുന്നത് കണ്ടുകൊണ്ട്
കരങ്ങളെ അടിച്ച് സന്തോഷിച്ചു, അട്ടഹസിച്ചു, ഉല്ലസിച്ചു. അനേകരെ തീക്കിരയാക്കി അവർ കത്തിച്ചാമ്പലായി തീർന്നു. അനേകരെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു, കടിച്ചു തിന്നു. ദൈവത്തിന് സ്തോത്രം. ദാരുണമായ നിലയിൽ 1-ാം നൂറ്റാണ്ടിൽ ദൈവമക്കൾ വധിക്കപ്പെട്ടു. മാത്രമല്ല, ഈ കാലങ്ങളിലും രക്തസാക്ഷികളായി മരിക്കുന്നവരുണ്ട്. ഒരു പ്രത്യാശയുടെ വചനം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ഇപ്രകാരം ക്രിസ്തുവിൽ മരിച്ച ദൈവമക്കൾ, സ്തോത്രം, വന്യമൃഗങ്ങൾ കടിച്ചു കീറാത്ത ഒരു ശരീരത്തോടുകൂടെ, തീയുടെ നടുവിൽ വലിച്ചെറിഞ്ഞാൽ ദഹിച്ചു പോകാത്ത ഒരു ശരീരത്തോടുകൂടെ, പടയാളികളുടെ കുന്നത്തിനോ ആയുധങ്ങൾക്കോ കുത്തി മുറിവേൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു ശരീരത്തോടുകൂടെ, ഒരക്ഷയ ശരീരത്തോടുകൂടെ, ഒരു തേജസ്സൻ ശരീരത്തോടുകൂടെ ഇവർ ഉയർത്തെഴുന്നേൽക്കുവാൻ പോവുകയാണ്. സ്തെഫാനോസ് ദുഷ്ടരായ ക്രൂരരായ മനുഷ്യരുടെ കല്ലിനിരയായിരുന്നു. നമ്മുടെ യേശു വേഗത്തിൽ വരും, കാഹളനാദത്തോടുകൂടെ വരും. മുമ്പേ സ്തെഫാനോസ് ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ഒരക്ഷയ ശരീരത്തോടുകൂടെ, ഒരു തേജസ്സൻ ശരീരത്തോട് ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട കർത്താവിനെ മേഘങ്ങളിൽ എതിരേൽക്കും. പ്രിയ സ്നേഹിത, സഹോദര, നീ ഒരുങ്ങിയിട്ടുണ്ട്. അല്ല പറയും, കർത്താവ് വരട്ടെ, പൊക്കോട്ടെ, എനിക്ക് പ്രശ്നമാണോ അല്ലയോ എന്നുള്ള കാര്യം കൂടെ പറഞ്ഞ് വേറൊരു വ്യക്തി കൂടെ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. 2 വ്യക്തികൾ ഒരുപോലെ വെളിപ്പെടാൻ റെഡിയായി നിൽക്കും. ഒന്ന്, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മനുഷ്യപുത്രനായ യേശു, ദൈവപുത്രനായ യേശു, പിതാവിന്റെ വലഭാഗത്ത് മണിയറ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന യേശു ഒരുങ്ങി നിൽക്കുകയാണ്. പിതാവിന്റെ ഓർഡർ കിട്ടണം. പുത്ര, പോയി നിന്റെ സഭയെ, നിന്റെ മണവാട്ടിയെ, കാന്തയെ ചേർത്തുകൊണ്ടുവാ എന്നുള്ള ഓർഡർ കിട്ടുവാൻ പുത്രൻ പിതാവിന്റെ സനയിൽ കാത്തിരിക്കുന്നു. കാഹളമോതുവാൻ ദൂതന്മാർ റെഡിയായിരിക്കുന്നു. സ്വർഗത്തിൽ കല്യാണ മഹോത്സവത്തിന് വേണ്ടി തിരക്കിട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ ഇപ്പൊ വലിയ തിരക്ക് നടക്കും. കല്യാണ വീട്ടിലെ തലേ ദിവസത്തെ ഒരുക്കങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോഴൊന്നുമില്ല. മുൻപൊക്കെ ആയിരുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്ക് മുൻപേ പിന്നെ പുകില അവിടെ. ഇന്ന് കല്യാണ വീട്ടില് കല്യാണ ദിവസം രാവിലെ ചെന്ന് നോക്കിയാല് ഈച്ചയുടെ അനക്കം പോലും കാണുകയില്ല. കാരണം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി ആരാധന ഹാളിൽ, അവിടെ നിന്ന് നേരെ ഓഡിറ്റോറിയത്തിൽ, അവിടെ വഴി എല്ലാം പൊക്കോളും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മുൻകാലങ്ങളിൽ അങ്ങനല്ല. കല്യാണ വീടെന്ന് പറഞ്ഞാൽ തിരക്കാണ്. ബൈബിൾ പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, സ്വർഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ദൂതന്മാർ ഒരുങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ വലിയ തിരക്ക് നടക്കുന്നു, വലിയ ഒരുക്കം നടക്കുന്നു. ദ്രുതഗതിയിൽ എന്തൊക്കെയാ നടക്കുന്നു? ചെറുക്കന്റെ വീട്ടിൽ മാത്രമല്ല, പെണ്ണിന്റെ വീട്ടിൽ ഒരുക്കവും ധൃതിയും ബഹളവും ഒക്കെ ഉണ്ട്. മുൻകാലങ്ങളിലുണ്ടായിരുന്നു. മണവാളന്റെ വീടായ സ്വർഗത്തിൽ മാത്രമല്ല തിരക്ക്, ഭൂമിയിലും തിരക്കായി. ഇതാ പെൺകുട്ടിയുടെ വീട്, മണവാട്ടിയുടെ വീട്. ഇന്ന് മുക്കിന് സുവിശേഷ പ്രസംഗമായി. എടക്കരെ തന്നെ ഇന്ന് 2, വേറെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്വന്തം. തെരുവ് തോറും സുവിശേഷം. അവിടെ ഉണർവ് യോഗം, ഇവിടെ പ്രാർത്ഥനാ കൂട്ടം, അവിടെ മീറ്റിംഗ്, ഇവിടെ കൺവെൻഷൻ, അവിടെ സുവിശേഷ പ്രസംഗം, ഇവിടെ ക്രൂസേഡ്, അവിടെ അങ്ങനെ, ഇവിടെ ഇങ്ങനെ. തിരക്കാണ്. തിരക്കായി ഒരുക്കം നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെന്തിനെ വിളിച്ചറിയിക്കുന്നെന്നറിയാമോ? കുഞ്ഞാടിന്റെ കാന്ത റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ താമസിയാതെ, ദൈവത്തിന് സ്തോത്രം, ഒരു കല്യാണം നടക്കും. പിന്നെ വേറൊരു കാര്യം, കല്യാണത്തിന് മണവാട്ടി ഒരുങ്ങി അങ്ങ് പോവും. ഈ തിരക്കും ബഹളമൊക്കെ ഉണ്ടാക്കുന്നവരിവിടെ കിടക്കും കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് മണവാളനും മണവാട്ടിയും കൂടെ മണിയറയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ആ കല്യാണ വീടിന്റെ അവസ്ഥയൊന്ന് നോക്കണം. നമ്മുടെ ഒരു പാസ്റ്റപ്പച്ചൻ സാധാരണ പറയും, കരിപിടിച്ച കുറെ പാത്രങ്ങളും ഉറക്കം തൂങ്ങിയ കുറെ മനുഷ്യരും. ഇപ്പൊ വലിയ ബഹളമാ. യേശു വന്നു കഴിഞ്ഞ് സഭ എടുത്തുകൊള്ളപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതായിരിക്കും, ആകപ്പാടെ ഉറക്കം തൂങ്ങിയ ഒരവസ്ഥ. എങ്ങും സുവിശേഷ പ്രസംഗമില്ല, എങ്ങും കൺവെൻഷൻ ഇല്ല, ദൈവശബ്ദം കേൾക്കുവാനില്ല, ദൈവവചനം കേൾക്കുവാനില്ല. സ്വർഗത്തിൽ ധൃതിയായി ഒരുക്കങ്ങൾ നടക്കുന്നു. ഭൂമിയിലും ഒരുക്കം നടക്കുന്നു. തന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലും കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടക്കുന്നു. നീ ഒരുങ്ങിയിട്ടുണ്ടോ? സഹോദരി ഒരുങ്ങിയിട്ടുണ്ടോ? സഹോദര ഒരുങ്ങിയിട്ടുണ്ടോ? അപ്പച്ച ഒരുങ്ങിയിട്ടുണ്ടോ? അമ്മച്ചി ഒരുക്കമാണോ? സ്നേഹിത, നീ ഒരുങ്ങിയിരിക്കുകയാണോ?
യേശു വരാറായി, നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതോ ഇന്നും പാപത്തിന്റെ സന്തോഷത്തില്, ആ താൽക്കാലിക സന്തോഷത്തില് മുഴുകി ഇതാണ് സ്വർഗം, ഇതാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് വ്യർത്ഥമായി അതിൽ സന്തോഷിച്ച് ആശ്രയിച്ചുകൊണ്ട് നിന്റെ ജീവിതം മുൻപോട്ട് പോവുകയാണോ? നഷ്ടപ്പെടരുത്. മറ്റൊരു വ്യക്തിയുടെ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ് എതിർ ക്രിസ്തു, അന്തിക്രിസ്തു എന്ന് പറയും. ദൈവത്തിന് അന്തിക്രിസ്തു. ഈ മുഴു ലോകവും ക്രൂരനായ ഒരു ഭരണകർത്താവിന്റെ കയ്യിൽ അകപ്പെടാൻ പോവുകയാണ്. അതിനുള്ള പശ്ചാത്തലം ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പറയാം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴത്തെ ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ മാറ്റപ്പെട്ടതിന് ശേഷം മുഴുവൻ ലോകവും ക്രൂരനായ ഒരു ഏകാധിപതിയുടെ കയ്യിൽ വീഴാൻ പോകുന്നു. അത് ലോകം കണ്ടിട്ടുള്ളതിലേക്കും ക്രൂരനായിരിക്കും. പല ഏകാധിപതികളെ നാം കണ്ടു. റോമൻ ചക്രവർത്തിമാർ ഭൂരിപക്ഷവും ക്രൂരരായ ഏകാധിപതികളായിരുന്നു. ഡൊമീഷ്യൻ, ഡയോക്ലീഷ്യൻ, നീറോ തുടങ്ങിയ ക്രൂരരായ റോമൻ ചക്രവർത്തിമാരെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. മുസോളിനി, ഹിറ്റ്ലർ തുടങ്ങിയ ക്രൂരരായ ഏകാധിപതികളെ കുറിച്ച് ഏറ്റവും ഭയാനകമായ നിലയിൽ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തി ഭരണം നടത്തുന്ന ക്രൂരനായ ഏകാധിപതി ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും. ഇന്ത്യയുടെ ഭരണം, കേരളത്തിന്റെ ഭരണം, ഇന്ത്യയുടെ ഭരണം, റഷ്യയുടെ ഭരണം, ആഫ്രിക്കൻ നാടുകളുടെ ഭരണം, യൂറോപ്യൻ നാടുകളുടെ ഭരണം, ഓസ്ട്രേലിയയുടെ ഭരണം, ഇതുവരെയും ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും ഭരണം ഒരു നേതാവിന്റെ കയ്യിൽ, ഒരു ഭരണകർത്താവിന്റെ കയ്യിൽ ഇതുവരെ വന്നിട്ടില്ല. ബാബിലോൺ സാമ്രാജ്യത്തിലെ പ്രശസ്തനായിരുന്ന നെബൂഖദ്നേസർ പക്ഷെ മുഴു ലോകവും തന്റെ കയ്യിൽ വന്നില്ല. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രശസ്തനായിരുന്ന ദാരിയാവേശ്, കോരേശ് പക്ഷെ മുഴു ലോകം അവരുടെ കയ്യിൽ വന്നില്ല. ഗ്രീസ് സാമ്രാജ്യത്തിലെ പ്രശസ്തനായ അലക്സാണ്ടർ പക്ഷേ മുഴു ലോകം അവരുടെ കയ്യിൽ വന്നില്ല. ദൈവത്തിന് സ്തോത്രം. റോമൻ ചക്രവർത്തിമാരായ സീസർമാർ മുഴു ലോകവും അവരുടെ കയ്യിൽ വന്നില്ല. പക്ഷേ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ മുഴു ലോകവും അവന്റെ ഉരുക്കുമുഷ്ടിക്ക് ഇടയിൽ ഞെരിഞ്ഞമരുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഐക്യമുന്നണിയുടെ ഭരണവും കേരളത്തിലെ ഇടതുപക്ഷ ഭരണവും, ദൈവത്തിന് സ്തോത്രം, അമേരിക്കയിലെ ക്ലിന്റൺ ഭരണവും റഷ്യയിലെ യെൽസിൻ ഭരണകൂടവും എല്ലാം തകർന്നു വീണിട്ട് മുഴുവൻ ലോകവും ഒരു ക്രൂരനായ ഏകാധിപതിയുടെ കയ്യിൽ വീഴാൻ പോകും. അതിന് പശ്ചാത്തലം ഒരുക്കുകയാണ് മൂന്നാം ലോകമഹായുദ്ധം. ഒരുപക്ഷെ മനുഷ്യൻ ചോദിക്കും അതെങ്ങനെ സാധിക്കുമെന്ന്. മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ അത് സാധ്യമാകും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തന്നെ ഒരു ഏക ലോക ഗവൺമെന്റിനും അണിയറയിൽ ഒരുക്കം നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. 160-ൽ പരം രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ലോക സംഘടനയായ ഐക്യരാഷ്ട്ര സംഘടന, വൻശക്തികൾ പോലും പറയുന്നു ലോക സമാധാനത്തിനു വേണ്ടി ഞങ്ങളുടെ അധികാരം കുറെ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ലോക ആരോഗ്യ സംഘടന, ലോക ബാങ്ക്, ലോക നാണ്യനിധി, മാത്രമല്ല ലോക പോലീസ് സേന, ഇങ്ങനെ ആഗോള വ്യാപകമായി മുഴു ലോകത്തിനും കൂടെ ഒരു സംഘടന പോലെ ഇന്ന് അണിയറയിൽ ഒരുക്കമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എതിർ ക്രിസ്തു വെളിപ്പെടാനും മുഴു ലോകത്തിന്റെ ഭരണം തന്റെ കൈപ്പിടിയിൽ ഒതുക്കാനും ഇത് വഴിയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല എതിർ ക്രിസ്തു ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ ഞാൻ പറയാം, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എതിർ ക്രിസ്തു, അന്തിക്രിസ്തു വെളിപ്പെടേണ്ടത് യൂറോപ്പിൽ നിന്നാണ്. നഷ്ടപ്പെട്ടുപോയ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതാപം വീണ്ടും ശക്തിപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കാലത്ത് ഈ ലോകത്തെ അടക്കി വാണിരുന്ന റോമൻ സാമ്രാജ്യം വീണ്ടും ശക്തിപ്പെട്ടുകൊണ്ട്, അത് യൂറോപ്പിൽ നിന്ന് ശക്തിപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ട്, അവരുടെ പിന്നിൽ ആ പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ 10 മടങ്ങ് ശക്തിയോടുകൂടെ റോമൻ സാമ്രാജ്യം വീണ്ടും ശക്തിപ്പെട്ട് അവരുടെ പിന്നിൽ ഇന്നത്തെ ഇറാഖും ഇന്നത്തെ ഇറാനും ഇന്നത്തെ ഗ്രീസും അണിനിരന്ന് ഒരു ശക്തി യൂറോപ്പിൽ നിന്ന് പൊങ്ങി വരാൻ പോവുകയാണ്. അതിന് പശ്ചാത്തലം ഒരുക്കുകയാണ് യൂറോപ്പ്
യൂറോപ്യൻ കോമൺ മാർക്കറ്റ്. 10 രാജ്യങ്ങൾ ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. ഒരേ വാണിജ്യ വ്യവസായ നയം, ഒരേ ആഭ്യന്തര നയം. ദൈവത്തിന് സ്തോത്രം. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുവാൻ പാസ്പോർട്ടിന്റെ ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. യൂറോപ്യൻ കോമൺ മാർക്കറ്റിന്റെ ജനറൽ സെക്രട്ടറി ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടുവോളം എല്ലാം ഉണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളെ നയിക്കുവാൻ ഒരു വ്യക്തി ആവശ്യമാണ്. അത് ദൈവമോ പിശാചോ ആരോ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ സ്വീകരിപ്പാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എതിർ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ തയ്യാറാകുന്നു. അധികം താമസിയാതെ 3-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. ലോകത്തിലെ വൻശക്തികൾ 2 ചേരിയിൽ തിരിയും. യുദ്ധത്തിന്റെ ഭരണിത ഫലം 2 ചേരികളും തകർന്നടിയും. അമേരിക്കൻ ശക്തിക്കും റഷ്യൻ ശക്തിക്കും പരാജയം സംഭവിച്ചുകൊണ്ട് ഒരു 3-ാം ചേരി യൂറോപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരും. അതിന്റെ ലീഡർ അന്തിക്രിസ്തുവായിരിക്കും. അവന്റെ മുദ്ര 666 ആയിരിക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ദൈവത്തിന് സ്തോത്രം AD 90-നും 96-നും ഇടയ്ക്ക് പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട 666 എന്ന നമ്പറിന്റെ കാലം എതിർ ക്രിസ്തുവിന്റെ അഥവാ മൃഗത്തിന്റെ കാലം അധികം വിദൂരമല്ല എന്നുള്ള വസ്തുത എടക്കര നിവാസികളെ നിങ്ങൾ അറിയാതിരിക്കരുത്. ഒരു 20-25 കൊല്ലത്തിന് മുമ്പ് 666 എന്ന് പറഞ്ഞാൽ എടക്കരക്കാര് പൂച്ഛിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 666 എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. ലോകവ്യാപകമായി 666 നിലവിൽ വരുന്നു. അന്തിക്രിസ്തുവിന്റെ മുദ്ര 666. യൂറോപ്യൻ കോമൺ മാർക്കറ്റിലെ ബൃഹത്തായ കമ്പ്യൂട്ടർ മുഴു ലോകത്തിലെ വാണിജ്യ വ്യവസായങ്ങൾ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരു ബൃഹത്തായ കമ്പ്യൂട്ടർ യൂറോപ്യൻ കോമൺ മാർക്കറ്റിൽ കണ്ടുപിടിച്ച് നിർമ്മിച്ച് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. മുഴു ലോകത്തിലെ വാണിജ്യ വ്യവസായങ്ങൾ കൺട്രോൾ ചെയ്യാൻ അതിന് കഴിവുണ്ട്. മനുഷ്യന്റെ തലച്ചോറിന് സമാനമായി സ്വയമായി ചിന്തിക്കുവാൻ പ്രതികരിക്കുവാൻ കഴിവുള്ള 100 യൂണിറ്റുകൾ ആ കമ്പ്യൂട്ടറിനുണ്ട്. ആ കമ്പ്യൂട്ടറിന്റെ നമ്പർ, അതിന്റെ പേര്, ആദ്യമായിട്ട് അതിന്റെ പേര് ബീസ്റ്റ്, മൃഗം. കമ്പ്യൂട്ടറിന്റെ പല ഭാഗങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ എടുത്ത് ഒരുമിച്ച് ചേർത്തപ്പോൾ ദൈവവചനത്തിന്റെ നിവർത്തി, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ നിവർത്തി, ആഴത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നു. ബീസ്റ്റ്. കമ്പ്യൂട്ടറിന്റെ പേര് ബീസ്റ്റ്. അതിന്റെ നമ്പർ 666. 666. ബൈബിൾ എത്ര സത്യമാണ്, ആർക്ക് നിഷേധിപ്പാൻ കഴിയും? ആകാശവും ഭൂമിയും മാറിയാലും ഇതിലെ വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസം വരികയില്ല. യൂറോപ്യൻ കോമൺ മാർക്കറ്റിലെ കമ്പ്യൂട്ടറിന്റെ നമ്പർ 666. യൂറോപ്യൻ കോമൺ മാർക്കറ്റിൽ നിന്ന് പുറപ്പെടുന്ന സാധനങ്ങളിൽ 666ന്റെ മുദ്ര. ദൈവത്തിന് സ്തോത്രം. പല രാജ്യങ്ങൾ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഈ രാജ്യങ്ങളെല്ലാം ട്രേഡ് മാർക്കുകളായി 666 സ്വീകരിച്ചു കഴിഞ്ഞു. ബാങ്കുകളുടെ നമ്പറായി, കോഡ് നമ്പറുകളായി 666 സ്വീകരിച്ചു കഴിഞ്ഞു. ഇസ്രായേലിലെ അറബികളുടെ കാറുകളിൽ 666 നിർബന്ധം. കേരളത്തിൽ 666, ഇന്ത്യയിൽ 666. നമ്മൾ വാങ്ങിക്കുന്ന സ്കെയിലുകളിൽ, നാം വാങ്ങുന്ന ബനിയനുകളിൽ, നോട്ട് ബുക്കുകളിൽ 666. കണ്ണടയ്ക്കാൻ കഴിയുമോ ഇതിന്റെ നേരെ? എതിർ ക്രിസ്തു വാതിൽക്കലായിരിക്കുന്നു. എതിർ ക്രിസ്തു വെളിപ്പെടാൻ പോകുന്നു. യേശുവും വെളിപ്പെടുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക്. യേശു വരാറായി. പ്രിയ സഹോദര, സ്നേഹിത, യേശു വരാറായി. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകം എവിടേക്കോ നടന്നടുക്കുന്നു. ഈ ലോകം എവിടേക്കോ പോകുന്നു. ഈ ലോകത്തിൽ ചിലതൊക്കെ സംഭവിക്കുവാൻ പോകുന്നു. വളരെ പ്രാധാന്യമായി 1900 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗലോകം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33.5 വയസ്സുവരെയും ഭൂമിയിൽ പരിശുദ്ധമായി ജീവിച്ചുകൊണ്ട് 3.5 വർഷം മനുഷ്യർക്ക് നന്മ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി, പാപികൾക്ക് പരിഹാരം, പാപത്തിന് പരിഹാരം നൽകി, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി, മുടന്തരെ നടക്കുമാറാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച യേശു
33.5 തിരുവയസ്സില് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്തോത്രം ഗോൽഗോഥ മലമുകളിൽ മരക്കുരിശിൽ ഇരു കള്ളന്മാരുടെ നടുവില് ഉച്ച മുതലുള്ളങ്കാൽ വരെ മുറിവേറ്റുകൊണ്ട് തലയിൽ മുൾക്കിരീടമണിഞ്ഞ് കൈകാലുകൾ ആളുകളാൽ തുളയ്ക്കപ്പെട്ട് മുതുക ഉഴവിച്ചാല് പോലെ അടിച്ച് നീളത്തിൽ കീറപ്പെട്ടുകൊണ്ട് തുലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ട് കയ്പ് നീർക്ക് കുടിച്ചുകൊണ്ട് പ്രാണനെ വിട്ടവനായി യേശു. സ്തോത്രം. പല മഹാന്മാരുടെയും കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ, തത്വചിന്തകന്മാരുടെ, ഇതിഹാസ പുരുഷന്മാരുടെ, ചരിത്ര പുരുഷന്മാരുടെ, മത നേതാക്കളുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അനുവദിക്കുന്നില്ലെന്നുള്ള വചനത്തിന്റെ നിവർത്തിയായി 3-ാം നാളിൽ കല്ലറയെ പിളർന്നുകൊണ്ട് റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന നസ്രയനായ യേശു 40 ദിവസം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതിന് ശിഷ്യന്മാർക്കും 500-ലധികം പേർക്കും മാത്രമല്ല ഏകമായും തനിയെമായും പലർക്കും വെളിപ്പെട്ടവനായ യേശു 40-ാമത്തെ ദിവസം ഒലുമലയിൽ തന്റെ ശിഷ്യന്മാരെ കരങ്ങളെ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലുകൾ ഭൂമിയിൽ നിന്ന് ഉയർന്ന് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തെടുക്കപ്പെട്ട യേശു. സ്തോത്രം. താമസം വിന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മുമ്പ് അവൻ മുൾക്കിരീടധാരിയായി വെളിപ്പെട്ടു എങ്കിൽ ഇനി അവൻ തേജസ്സിൻ കിരീടത്തോടുകൂടെ, മുൻപ് അവൻ കുരിശ് ചുമന്നുകൊണ്ട് വെളിപ്പെട്ടു എങ്കിൽ ഇനി അവൻ മഹത്വ സിംഹാസനത്തിൽ, സ്തോത്രം, മുൻപ് അവൻ അടിയേറ്റവനായി രക്തമൊലിപ്പിക്കുന്നവനായി വെളിപ്പെട്ടു എങ്കിൽ ഇനി സൂര്യനെ പോലെ പ്രകാശിക്കുന്ന വെളിച്ചത്തോടുകൂടെ, തേജസ്സോടുകൂടെ, മുൻപ് അവൻ രക്ഷിതാവും സൗഖ്യദായകനുമായി വെളിപ്പെട്ടു എങ്കിൽ ഇനി ആത്മമണവാളനായി ദൈവസഭയുടെ കാന്തനായി വെളിപ്പെടുവാൻ നാളുകൾ ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദര, നിന്റെ കർത്താവിനെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്നും നീ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് ലോകത്തിലെ സുഖ സന്തോഷങ്ങളിൽ മുഴുകി മുൻപോട്ട് പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ വരവ് നിനക്കൊരു കണിയായിരിക്കും. അവന്റെ വരവ് നിനക്കൊരു കണിയാകാതിരിപ്പാൻ ക്രൂരനായ ഭരണാധികാരിയായി എതിർ ക്രിസ്തുവിന്റെ ക്രൂരമുഷ്ടിക്കുള്ളിൽ നീ അമരാതിരിക്കുവാൻ, ഭയങ്കരമായ ന്യായവിധിയുടെ നാളുകൾ മുൻപിൽ, നിലവിളിയുടെ നാളുകൾ, ദൈവത്തിന് സ്തോത്രം, ആ ഭയങ്കര നാളുകൾക്കുള്ളിൽ നീ അകപ്പെടാതിരിപ്പാൻ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ സത്യം ഇന്ന് രാത്രിയിൽ നിന്നെ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ മടങ്ങിവരവിൻ ദിനമായിരിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ മാനസാന്തരത്തിൻ ദിനമായിരിക്കട്ടെ. നിന്റെ രക്ഷാ ദിനമായിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടയ്ക്കാം. ഈ ശബ്ദ പരിധിക്കുള്ളിലുള്ളതായ സ്നേഹിതരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുമോ? കർത്താവിന്റെ പാദപീഠത്തിൽ നിങ്ങളുടെ ജീവിതത്തെ അടിയറ വയ്ക്കുമോ? നിന്നെ വിടുവിക്കുവാൻ, നിന്റെ പാപങ്ങളെ കഴുകിക്കളയുവാൻ, നിന്നെ നിത്യ തീപ്പൊയ്കയിൽ നിന്ന് വിടുവിച്ച് ആ നിത്യ സൗഭാഗ്യത്തിന് നിങ്ങളെ പങ്കാളികളാക്കി തീർക്കുവാൻ, നിനക്ക് വേണ്ടി ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തവും ഊറ്റിക്കൊണ്ട് പിടഞ്ഞു മരിച്ചവനായ നസ്രയനായ യേശു ഇന്ന് രാത്രിയിൽ നിന്നെ സമീപത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, അവന്റെ ആ സ്നേഹത്തിന് നേരെ നീ കണ്ണടയ്ക്കുമോ? അവന്റെ ആ സ്നേഹത്തിന് നേരെ നിന്റെ ഹൃദയം നീ കൊട്ടിയടയ്ക്കുമോ? അവന്റെ ആ സ്നേഹത്തിന് നേരെ നിന്റെ ജീവിതത്തിന്റെ വാതിൽ നീ കൊട്ടിയടയ്ക്കുമോ? ഇതുപോലെ നിന്നെ സ്നേഹിച്ചിട്ടുള്ളൊരു മറ്റൊരു വ്യക്തിയില്ല. ലോകത്തിലുള്ള സ്നേഹമെല്ലാം ശവക്കുഴി വരെ മാത്രം, എന്നാൽ നിത്യത വരെയും നീണ്ടു നിൽക്കുന്ന സ്വന്തം ജീവൻ, സ്വന്തം രക്തം നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുവാൻ ഊറ്റിത്തന്ന വേറൊരു സ്നേഹം ലോകത്തിലില്ല. ആ സ്നേഹത്തിന്റെ നേരെ നീ കണ്ണടയ്ക്കുകയാണോ? ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയ കവാടം യേശുവിനായി തുറന്നു കൊടുക്കുമോ? അവൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. മകനെ, നിന്റെ ജീവിതം ധന്യമാക്കുവാൻ, നിന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ. യേശു നമ്മുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല, രോഗത്തിനും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. സ്തോത്രം.
അവന്റെ തലയിലുണ്ടായ മുറിവുകൾ, ആ മുറിപ്പാടുകൾ നിന്റെ തലയിലുള്ള രോഗത്തിന് സൗഖ്യം നൽകുവാൻ മതിയായതാണ്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ ഹല്ലേലൂയ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി വേളയിൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ, ഈ ഗ്രൗണ്ടിൽ, ഈ പന്തലിൻ കീഴിൽ രോഗികളായി ആരൊക്കെ കടന്നു വന്നിരിക്കുന്നുവോ, നിങ്ങളുടെ രോഗം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, യേശുവിൽ സൗഖ്യമുണ്ട്. അവന്റെ മുറിവുകളിൽ, അവന്റെ അടിപ്പിണരുകളിൽ സൗഖ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ ആ സൗഖ്യമാക്കുന്ന ശക്തി, ഞങ്ങളിൽ അനേകരെ സൗഖ്യമാക്കിയ ശക്തി, ഇവിടെ ഇരിക്കുന്ന അനേക ദൈവമക്കളെ സൗഖ്യമാക്കിയ ശക്തി ആ അടിപ്പിണരിൽ നിന്ന് പ്രിയ സഹോദര, സഹോദരി, പിതാവേ, നിന്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുകയാണ്. നിനക്ക് സൗഖ്യം ആവശ്യമോ? നിനക്ക് രോഗശാന്തി ആവശ്യമോ? ഇന്ന് രാത്രിയിൽ നിന്നെ തൊട്ട് സുഖപ്പെടുത്തുവാൻ ക്രൂശിക്കപ്പെട്ട യേശു നമ്മുടെ മധ്യ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ആരും ദയവായി കണ്ണു തുറക്കരുത്. ഇത് ദൈവം പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയമാണ്. അലറിക്കരഞ്ഞുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ വീഴുമെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വിടുതലുണ്ട്. സ്തോത്രം. നിന്റെ കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ നിന്നെ അലട്ടുന്നു. നിന്റെ കുടുംബജീവിതത്തിൽ നിനക്ക് സമാധാനമില്ല. നിന്റെ കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ, നിന്റെ ഭൗമിക നന്മകളിന്മേൽ സാത്താൻ കൈവച്ചിരിക്കുന്നു. ഭൗമിക നന്മകൾ തടസ്സപ്പെട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. യേശു വിടുവിക്കുന്നവനായി ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ ഉലാവുകയാണ്. ഹല്ലേലൂയ. യേശുവിനെ വിടുവിക്കുവാൻ അധിക സമയം വേണ്ട. നിങ്ങൾ വിശ്വസിക്കുന്ന അതേ നിമിഷത്തിൽ യേശുവിന്റെ കരസ്പർശനം നിന്റെ മേൽ ഉണ്ടാകും, നിന്റെ കുടുംബത്തിൽ ഉണ്ടാകും. സ്തോത്രം. നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞാൽ മതി. നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞാൽ മതി. നിന്റെ ദൈവേഷ്ടത്തിന് അന്യമായ ജീവിതത്തിന് ഒരു വിരാമമിട്ടാൽ മതി. യേശുവേ, നീ എന്റെ രക്ഷിതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എന്റെ സൗഖ്യദായകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കുമെങ്കിൽ, നിന്റെ ജീവിതത്തെ അടിയറ വയ്ക്കുമെങ്കിൽ, ഹല്ലേലൂയ, ആയിരങ്ങളെ വിടുവിച്ച യേശു, ആയിരങ്ങളെ സൗഖ്യമാക്കിയ യേശു, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ നിന്റെ സമീപത്ത് വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിപ്പേ. വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിപ്പേ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിപ്പേ. ആരും കണ്ണുകളെ തുറക്കരുത്. ഈ സുവിശേഷ പ്രസംഗത്തിന്റെ പ്രഥമ രാത്രിയിൽ സർവശക്തനായ ദൈവം, തേജോമയനായ ദൈവം, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ ദൈവം ഒരു വലിയ വേല നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ശക്തിയുമില്ല, പക്ഷേ ദൈവത്തിന് ശക്തിയുണ്ട്. ഞങ്ങൾ ആ ദൈവത്തെ ഉയർത്തുകയാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ശക്തിയില്ല, പക്ഷേ യേശുവിന് ശക്തിയുണ്ട്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തുകയാണ്. അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റ് പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നവർ പിച്ചള സർപ്പത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിയപ്പോൾ ജീവൻ പ്രാപിച്ചതുപോലെ സാത്താന്റെ കടിയേറ്റ് പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് രാത്രിയിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ കണ്ണുകൾ ഉയർത്തുമെങ്കിൽ അവർ ജീവൻ പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിപ്പീൻ. വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിപ്പീൻ.
യേശുവിന്റെ കരം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ സൗഖ്യമാക്കുന്ന കരം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൂരത്തിരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര, ഇപ്പോൾ യേശു നിന്നെ തൊടുകയാണ്. ദീർഘനാളായി നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തലവേദനയാണോ? അവന്റെ തലയോട്ടി പൊട്ടി ഒഴുകിയ ആ ചോര നിന്നെ സൗഖ്യമാക്കുവാൻ മതിയായതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീർഘനാളുകളായി നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കൈകാൽ വേദനകളോ? അവന്റെ കൈകാലുകളിൽ നിന്നൊഴുകുന്ന ആ പരിശുദ്ധ രക്തം നിന്നെ സൗഖ്യമാക്കുവാൻ മതിയായതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. നാം ഇപ്പോൾ ഒരു കോറസ് പാടുവാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ചേർന്ന് ആ കോറസ് പാടണം. ദൈവാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന അനേക ദൈവമക്കൾ അനുഭവിക്കുന്നുണ്ട്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ പന്തലിൻ കീഴിൽ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവമക്കൾ അത് അനുഭവിക്കുകയാണ്. ഇപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിന് കീഴിൽ ആനന്ദിക്കുകയാണ്. ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ.